ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് MTSC അതുപോലെ തന്നെ MSAT-നൊക്കെ ചോദിക്കുന്ന കൈൻഡ് ഓഫ് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൗണ്ട് ഓഫ് 758 ടു നിയറസ്റ്റ് 10. 758 എന്ന് പറയുന്ന നമ്പർ നിയറസ്റ്റ് 10സിലോട്ട് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ജസ്റ്റ് നോക്കുക, 758. ഓക്കെ, അപ്പോൾ അതിന് നിയറസ്റ്റ് 10s എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ 10സിലുള്ള ഡിജിറ്റ് ഏതാണോ അതൊന്ന് റൗണ്ട് ഓഫ് ചെയ്യുക, ഒന്ന് റൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് റൈറ്റിലുള്ള നമ്പർ ഏതാണ് നോക്കുക. അതിന് തൊട്ട് റൈറ്റിലുള്ള നമ്പർ ഏതാണ്? 8 ആണ്. അപ്പോൾ അതിന് തൊട്ട് റൈറ്റിൽ 0 to 4 ആണെന്നുണ്ടെങ്കിൽ 0 to 4 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ലോവർ ആയിട്ട്, അതായത് 750ലോട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യുക. മറിച്ച് അവിടെ 5 to 9 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 760ലോട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 8 ആണ്. ദാറ്റ് മീൻസ് 5 to 9 ഉള്ളിലല്ലേ. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക. ദാറ്റ് മീൻസ് 760 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. 760 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നിക്ക് നമ്മുടെ ആൻസർ എന്തായിരിക്കും? 750 ആയിരിക്കും, അല്ലെങ്കിൽ 760 ആയിരിക്കും. വേറൊരു പോസിബിലിറ്റിയും ഇല്ല, കാരണം നിയറസ്റ്റ് 10സിലാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാ? 760 ആണ്. സോ അതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? ഓക്കെ, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മളൊരു ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലുള്ളതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും, താഴെയുള്ളതിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയും, അല്ലേ? അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതായാൽ, അങ്ങനെയുള്ള ഫ്രാക്ഷനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം. അതല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? പ്രോപ്പർ ഫ്രാക്ഷൻ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കാം, 5/9 അവിടെ ന്യൂമറേറ്റർ ചെറുതാണ്, സോ അതിനെ പ്രോപ്പർ എന്നാണ് പറയാം, പ്രോപ്പർ ഫ്രാക്ഷൻ. ഇവിടെ 3/7 3 ചെറുതാണ്, ന്യൂമറേറ്റർ ചെറുതാണ്, പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. 4/11 4 ചെറുതാണ്. അപ്പോൾ അവിടെ അങ്ങനെ അല്ലാത്ത ഇംപ്രോപ്പർ ആയിട്ടുള്ള ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. 9/5 9 ആണ് അവിടെ ന്യൂമറേറ്റർ, അതാണ് ബിഗ്ഗർ വാല്യൂ. ക്ലിയർ ആണല്ലോ? വളരെ വളരെ ഈസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ആംഗിൾ whose measurement lies between 0 degree and 90 degree is called. അപ്പോൾ 0 ഡിഗ്രിയുടെയും 90 ഡിഗ്രിയുടെയും ഇടയിലാണ് ആംഗിൾ വരുന്നതെങ്കിൽ ആ ആംഗിളിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? അക്യൂട്ട് ആംഗിൾ എന്നാണ് വിളിക്കുക. സോ ഉണ്ടാവും നോക്കുക. യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി നോക്കുക, നമുക്ക് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ ഒബ്റ്റ്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ 90ക്ക് മുകളിലാണ് വരിക, അതുപോലെ തന്നെ 180ക്ക് താഴെയാണ്. ഓക്കെ ആണല്ലോ? നമ്മൾ അക്യൂട്ട് ആണെങ്കിൽ 0ക്ക് മുകളിലാണ്, 90ക്ക് താഴെയാണ്. അതുപോലെ തന്നെ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ 90ക്ക് മുകളിലാണ്, അതുപോലെ തന്നെ 180ക്ക് താഴെയാണ്. നോക്കുക, ഞാനിവിടെ ജസ്റ്റ് എഴുതുന്നുണ്ട്. 90ക്ക് മുകളിലാണ്, പക്ഷെ 180 ഡിഗ്രിക്ക് എന്താണ്? താഴെയാണ്. റൈറ്റ് ആംഗിൾ ആണെങ്കിൽ കറക്റ്റ് എന്താണ്? കറക്റ്റ് 90 ഡിഗ്രിയാണ്. റൈറ്റ് ആംഗിൾ കറക്റ്റ് 90 ഡിഗ്രിയാണ്. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ആംഗിൾ ആണ് സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 180 ഡിഗ്രി അല്ലേ? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360 ആണ്, അതിന്റെ ഹാഫ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് 180 ഡിഗ്രി ആണ്. സോ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? അക്യൂട്ട് ആംഗിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സക്സസർ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാ? ഏറ്റവും ബിഗ്ഗർ ആയിട്ടുള്ള 5 ഡിജിറ്റ് നമ്പർ ഏതാ? നമുക്കറിയാം 999999. ഇതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 5 ഡിജിറ്റ് നമ്പർ വരുന്നത്. ഇതിന്റെ സക്സസർ എന്ന് പറയുമ്പോൾ അതിന്റെ ശേഷം വരുന്നതാണ്, അല്ലേ? നമുക്ക് 2 ടേമാണ് പഠിക്കാനുള്ളത്. ഒന്ന് സക്സസർ ആണ്, സക്സസർ എന്ന് പറയുമ്പോൾ ശേഷം. പിന്നെ ഒന്ന് പ്രെഡീസിസർ ആണ്. അപ്പോൾ പ്രെഡീസിസർ, ഓക്കെ, പ്രെഡീസിസർ എന്ന് പറയുമ്പോൾ ഒരു നമ്പറിന്റെ മുൻപേ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് സക്സസർ ആണ്. അപ്പോൾ 99999 അല്ലേ? 5 times 9 വന്നു. അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത നമ്പർ എന്ന് പറയുന്നത് ഇതിലേക്ക് 1 ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് 100000. ഈ ഒരു നമ്പറാണ് നമുക്ക് വരിക. ദാറ്റ് മീൻസ് നമുക്ക് 5 zeros ഉണ്ടായിരിക്കും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അവിടെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യരുത്? മാറിപ്പോവരുത് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 85 ഇൻ റോമൻ ന്യൂമറൽ. 85 എന്ന് പറയുന്ന നമ്പർ നമുക്ക് റോമൻ ന്യൂമറൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ 50ക്ക് നമ്മൾ എൽ എന്നാണ് വിളിക്കുക, അല്ലേ? 50 നമുക്ക് 85 കിട്ടണമെന്നെങ്കിൽ ആദ്യം നമ്മൾ 50ലേക്ക് എത്തുക. 50 എൽ ആണ്. നെക്സ്റ്റ് നമുക്ക് 30ലേക്ക് എത്തണം, അല്ലേ? 50 + 30 + 5 എന്നുള്ള രൂപത്തിൽ നമുക്ക് അതിനെ ചെറുതാക്കാൻ പറ്റും. 30ലേക്ക് എത്താൻ വേണ്ടിയിട്ട് x എന്നിടാം. ഇനി ഒരു 5 കൂടി ആഡ് ചെയ്യണം, v. അപ്പോൾ ടോട്ടൽ, അല്ലേ? 50 + x + x + x
30 ആണ് പ്ലസ് 5 ടോട്ടൽ നമുക്ക് 85 വന്നു. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദർ ഇൻ 1 lakh? 1 lakhൽ എത്ര ഡിജിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. 1 lakh നമുക്കൊന്ന് എഴുതി നോക്കാം. 10, 100, 1000, 10,000, 1 lakh. ഓക്കെ, നോക്കാം. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്. അപ്പോൾ 1, 2, 3, 4, 5, 6 ഡിജിറ്റ് ആണ് നമുക്ക് വരുന്നത്. സോ ഓപ്ഷൻ ബി 6 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ? ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ഏതാ? നമുക്കറിയാം 0 അല്ല, നെക്സ്റ്റ് 1 അല്ല, നെക്സ്റ്റ് 2 എന്ന് പറയുന്നത് പ്രൈം ആണ്, 3 പ്രൈം ആണ്, 4 കോമ്പോസിറ്റ് നമ്പർ ആണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് ഇത് വരിക 4 ആണ് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും എന്താണെന്നുള്ളത്. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ആ ഒരു നമ്പറിന് 1ഉം ആ ഒരു നമ്പറും മാത്രമേ ഫാക്ടർ ആയിട്ട് വരാൻ പാടുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 13 എന്ന് പറയുന്ന നമ്പർ കൺസിഡർ ചെയ്യാം. ഓക്കെ, 13ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 1ഉം അതുപോലെ തന്നെ 13ഉം മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ പ്രൈം എന്നാണ് പറയാം, പ്രൈം നമ്പർ എന്നാണ് പറയാം. ഇനി അങ്ങനെയല്ല, 1ഉം 13ഉം മാത്രമല്ല, ഇനിയിപ്പോൾ വേറെ നമ്പർ 9 എന്ന് പറയുന്ന നമ്പർ കൺസിഡർ ചെയ്യാം. 9ന്റെ ഫാക്ടർ ആയിട്ട് 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ 1ഉം 9ഉം കൂടാതെ തന്നെ വേറെയും ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? 9 വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് എന്ന് പറയാം, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, 1 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ, അത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ ഇൻ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ ആംഗിളും അതുപോലെ തന്നെ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഏതൊരു ട്രയാങ്കിൾ ആയിക്കോട്ടെ അതിന്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 180 ഡിഗ്രി ബൈ 3 ചെയ്താൽ പോരെ, ദാറ്റ് മീൻസ് 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഒരു ആംഗിൾ 60 ആണ്, ഈ ഒരു ആംഗിളും 60 ആണ്, ഈ ഒരു ആംഗിളും 60 ആണ്. എല്ലാ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനും അത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ കൺഫ്യൂസ് ആവാനൊന്നുമില്ല. 60 ഡിഗ്രി ആണ് നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ഫ്രാക്ഷൻ 4/25 ടു പെർസെൻറ്റേജ്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ തന്ന് നിങ്ങൾക്ക് അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോക്കുക, നമുക്ക് 4/25നെ പെർസെൻറ്റേജിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 × 100 400 ആണ്. 400 ഡിവൈഡഡ് ബൈ 25, 400 ഡിവൈഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ 16 ആണ് കേട്ടോ. 16 ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ 16%. നമുക്ക് പെർസെൻറ്റേജിലേക്കാണല്ലോ മാറ്റിയത്, പെർസെൻറ്റേജ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേസ് വാല്യൂ ഓഫ് 7 ഇൻ 57930. ഓക്കെ, 57,930 എന്ന് പറയുന്ന നമ്പറിൽ 7ന്റെ പ്ലേസ് വാല്യൂ എത്രയെന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് നോക്കാം, 57,930. ഓക്കെ, ഇവിടെ 1s, 10s, 100s, 1000s പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ 1000 ഇൻറ്റു ഏത് നമ്പറിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്? 7ന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 1000 × 7 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ദാറ്റ് മീൻസ് 7000. ഓക്കെ, ഓപ്ഷൻ എ തന്നെയാണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇൻ കേസ് നമ്മളിവിടെ 3ന്റെ ആണ് പൊസിഷൻ വാല്യൂ ചോദിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 3 എന്ന് പറയുന്നത് 10s പൊസിഷനിലാണ്. അപ്പൊ 3 × 10 30 ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക, വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് 25% ഓഫ് 80? വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നോക്കുക, 25% എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അതിനെ 25/100. പെർസെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഡിവൈഡ് ബൈ 100 കൊടുക്കാം. ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഓഫ് 80. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിന്റെ ആൻസർ കണ്ടെത്താം. 25 × 80 ഡിവൈഡഡ് ബൈ 100 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ 80ൽ മുകളിൽ ഒരു 0 ഉണ്ടല്ലോ, ഇവിടെയും ഒരു 0 ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ഇനി 25 × 8 എന്ന് പറയുന്നത് 200 ആണ്, ഡിവൈഡഡ് ബൈ 10. ഓക്കെ അല്ലേ? സോ ജസ്റ്റ് നോക്കുക, 2 zeros കട്ട് ചെയ്തു. ആൻസർ എത്രയാണ്? 20 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? 20 ആണ് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, 80ന്റെ 25% എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് ഓഫ് 1 kg ഫിഷ് ഈസ് 57. 1 കിലോ മീനിന്റെ വില, 1 കിലോ ഫിഷിന്റെ വില എന്ന് പറയുന്നത് 57 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് 5 kg ഫിഷ്? അപ്പം എന്ത് ചെയ്താൽ മതി? സിമ്പിൾ,
57 ഇൻറ്റു 5 ചെയ്താൽ മതി. 57 ഇൻറ്റു 5 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. 57 ഇൻറ്റു 10/2 എന്ന് ചെയ്യാം. എന്തായി 10/2 എന്ന് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കുക 10/2 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് എന്ന് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. നമുക്ക് കാൽക്കുലേഷൻ ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ഈസി ആക്കുക? 57 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അറിയാം 570 ആണ്. ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡിവൈഡഡ് ബൈ 2 എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 57ന്റെ പകുതി, ദാറ്റ് മീൻസ് 28.5 ആണ്. അപ്പൊ നമുക്ക് മിക്കവാറും ആൻസർ എന്താ വരിക? 285 ആയിരിക്കും എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, 285 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? 57 ഇൻറ്റു 5 വേഗം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അങ്ങനെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഗ്രി മെഷർ ഓഫ് എ റൈറ്റ് ആംഗിൾ ഈസ്. നമ്മൾ ഓൾറെഡി ആംഗിളിനെ കുറിച്ച് പറഞ്ഞു. അക്യൂട്ട് എത്രയാണ് വരുന്നത്, എത്ര മുതൽ എത്ര വരെയാണ്, ഒബ്റ്റ്യൂസ് എത്ര മുതൽ എത്ര വരെയാണ്, സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ നമ്മൾ പറഞ്ഞു അല്ലേ, എത്രയാണ്? 90 ഡിഗ്രി ആണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ജസ്റ്റ് നോക്കുക, ഏകദേശം ഇങ്ങനെയാണല്ലോ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുക. സോ ഇവിടെയുള്ള ഈ ഒരു ആംഗിൾ അല്ലേ, കൃത്യമായിട്ട് നമുക്ക് അവിടെ 90 ഡിഗ്രി ആണ് നമുക്ക് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കുക. കൃത്യമായിട്ട് 90 ഡിഗ്രി ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ മറക്കരുത്, റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ് ഓഫ് സൈഡ് 4 സെന്റിമീറ്റർ ആൻഡ് 9 സെന്റിമീറ്റർ. ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ ഞാൻ ജസ്റ്റ് കൺസിഡർ ചെയ്യാണ്, അതിന്റെ ഏരിയയാണ് ചോദിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുക, ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്, ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 4 36 ആണ്. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷനിൽ 2 36 കാണാൻ പറ്റില്ലേ? അപ്പോൾ 36 SQ സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ. 36 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ ഒക്കെ തന്നെയാണെങ്കിൽ നമ്മൾ അവിടെ സ്ക്വയർ എന്ന് എന്ത് ചെയ്യും? ജസ്റ്റ് ആഡ് ചെയ്യും കേട്ടോ. എന്ത് ഏരിയ ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് സ്ക്വയർ എന്ന് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സെന്റിമീറ്ററിലാണെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയും, അതുപോലെ തന്നെ മീറ്ററിലാണെങ്കിൽ സ്ക്വയർ മീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക റൈറ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1500 ഇൻറ്റു 30 ഇൻറ്റു 0 അല്ലേ? 1500 ഇൻറ്റു 30 നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴായിരിക്കും അപ്പുറത്തെ ഒരു 0 കാണുന്നത്. ഏത് നമ്പറിനെയും ലാസ്റ്റ് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അവിടെ വേറെ കാൽക്കുലേഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 1000. അപ്പൊ ഏതോ ഒരു നമ്പർ ആ നമ്പറിൽ നിന്ന് 100 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ കിട്ടണം? നമുക്ക് 1000 ആൻസർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതായിരിക്കും? ആ നമ്പർ 1000000. അതായത് ഇതിലേക്ക് എന്ത് ചെയ്യുക? 2 0 കൂടി ഇട്ട് കൊടുക്കുക. കാരണം ഈ 2 zeros ഈ 2 zeros കട്ട് ചെയ്ത് പോകുമ്പോഴല്ലേ നമുക്ക് 1000 കിട്ടുന്നത്. സോ 1000000 ഇതായിരിക്കും അവിടെ റൈറ്റ് ആൻസർ. എത്ര സീറോസ് ഉണ്ട്? 5 zeros ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കണ്ടെത്താം. എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാം ഏതോ ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ 1000 ആണ് ആൻസർ എന്ന്. അപ്പോൾ ഓരോ ഓപ്ഷൻ നോക്കുക. 100 ഡിവൈഡഡ് ബൈ 100. ഇപ്പോൾ ഇവിടെ ഓരോ നമ്പർ കൊടുത്തു നോക്കാം. അപ്പോൾ 100 ഡിവൈഡ്, ഫസ്റ്റ് ഓപ്ഷൻ 100 ആണല്ലോ. 100 ഡിവൈഡ് ബൈ 100 ആണെങ്കിൽ നിങ്ങൾക്ക് 1000 കിട്ടുമോ? ഇല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് നോക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? 1000 നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ആൻസർ എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ഓപ്ഷൻ നോക്കുക. 1 2 3 4 zeros ആണുള്ളത്. ഈ 4 zeros-ൽ 2 zeros കട്ട് ചെയ്തു, 2 zeros കട്ട് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി 100 വരുന്നുള്ളൂ. നമുക്ക് 1000 കിട്ടണം. ലാസ്റ്റ് ഇതും എന്താവില്ല, ആൻസർ ആവില്ല. സോ അവിടെ ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7 hours 40 minutes ഈസ് ഈക്വൽ ടു ഡാഷ് മിനിറ്റ്സ്. എത്രയാണ്? 7 hours അതുപോലെ തന്നെ 40 minutes. കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. 7 hours എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 hour-ൽ 60 minutes ആണ്, 60 minutes ആണ്. അങ്ങനെയാണെങ്കിൽ 7 hours ആണെങ്കിൽ 60 into 7, 6 into 7 എന്ന് പറഞ്ഞാൽ 42 ആണ്. ബാക്കി ആ 0 കൂടി ഇട്ട് കൊടുക്കുക. 420 minutes ആണ്. ഓക്കെ, 420 minutes ആണ് നമ്മുടെ ആൻസർ. അല്ല, 7 hours-ന്റെ കൂടെ ആരും കൂടി ഉണ്ട്. 7 hours-ന്റെ കൂടെ ഒരു 40 minutes കൂടി ഉണ്ട്. 7 hours എന്ന് പറഞ്ഞാൽ എത്രയാണ്? 420 minutes ആണ്. അപ്പോൾ 420യോട് കൂടെ എന്തും കൂടി ആഡ് ചെയ്യുക,
ഒരു 40 കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 460 മിനിറ്റ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. 460 മിനിറ്റ് ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 3 and 4? 3ന്റെയും 4ന്റെയും സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എങ്ങനെ എടുക്കുന്നത്? 3ന്റെ മൾട്ടിപ്പിൾസ് ഒന്നും ഞാൻ എഴുതി നോക്കാണ്, 4ന്റെ മൾട്ടിപ്പിൾസ് ഞാൻ എഴുതി നോക്കാണ്. 3ന്റെ മൾട്ടിപ്പിൾസ് 3 വന്നു. അടുത്ത 3 × 1 3, 3 × 2 6, 3 × 3 9 ആണ്. നെക്സ്റ്റ് 12 വന്നു. 3 × 5 15 ആണ്. നെക്സ്റ്റ് 18 വന്നു. നെക്സ്റ്റ് 21 വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 4ന്റെ മൾട്ടിപ്പിൾസ് ഒന്ന് നോക്കുക. 4 × 1 4 ആണ്. 4 × 2 8 ആണ്. 4 × 3 12 ആണ്. സോ ഇവിടെയും 12 ഉണ്ട്, ഇവിടെയും 12 ഉണ്ട്. കോമൺലി വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? 12 ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ഓഫ് 20? 20യുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ഏതാന്നുള്ളതാണ്. ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആ ഒരു നമ്പർ തന്നെയാണ് എപ്പോഴും എന്ത് ചെയ്യുക, ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ആയിട്ട്. ഒരു നമ്പറിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെ ആയിരിക്കും അല്ലേ. നമുക്ക് ഈ 20യുടെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്, 20ക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉള്ളതെന്ന് ജസ്റ്റ് എഴുതി നോക്കിയാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഇല്ല, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 വരുന്നുണ്ട്, പിന്നെ 20 വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും ബിഗർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു നമ്പർ ആയിട്ടുള്ള 20 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് നമ്പർ ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്? നമ്മൾ ഓൾറെഡി കോമ്പോസിറ്റ് നമ്പറിന്റെ ഒരു കേസിൽ പറഞ്ഞു ഏത് നമ്പറാണ് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് ഏതാണ്? 1 ആണ് അല്ലേ. 1 ആണ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡപ്പ് ചെയ്യാനുള്ളത്, നമ്മുടെ എക്സാം വൈയുടെ NSMC എക്സാമിനേഷൻ നിങ്ങൾക്ക് November 16th നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഇപ്പോൾ രജിസ്ട്രേഷൻ അവസാനിച്ചിട്ടില്ല. November 9th വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. വളരെ കുറച്ച് ഫീസ് മാത്രമാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളും സ്കോളർഷിപ്സും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും ഒക്കെയാണ് ഇതിൽ അവൈറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാം. എന്തായാലും നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. MSAT ആണെങ്കിലും അതുപോലെ തന്നെ MTSC ആണെങ്കിലും ഒക്കെ തന്നെ. സോ അതിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.